ഇതിനി എന്ത് കിഴങ്ങായിരിക്കുന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. വരൂ ഗൈസ്, ഞാൻ കാണിച്ചു തരാലോ അത് എന്താണെന്ന്. എല്ലാവരെയും വിളിച്ചു കൂടിയിട്ടാണ് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തണ്ട് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമോ സംഭവം എന്താണെന്നോ? ഇത് നമ്മുടെ കൂവക്കിഴങ്ങ് പറിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണേ. അമ്മ പറിച്ചതിൻ്റെ കൂടെ ഒരു മഞ്ഞളും കൂടി ഉണ്ട്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞങ്ങൾ കൊട്ടയും തൂമ്പിയൊക്കെ ആയിട്ട് വരുമ്പോഴേക്ക് ഇവരിവിടെ പറിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, നിങ്ങൾ കാണുന്നുണ്ടോ നമുക്ക് അത്യാവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറയുന്നുണ്ടായിരുന്നു നട്ട ബന്ധം അല്ലാണ്ട് വേറെ ഒരു ബന്ധവും ഇല്ലെന്ന്. പിന്നെ കുറച്ച് ചാരം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ വെയിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലായിരുന്നു. ഞാനും ചേച്ചിയും കൂടെ വാഴയിലേൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ ഇതാ കിട്ടിയത് മുഴുവൻ കൊട്ടയിലേക്ക് ഇടുന്നുണ്ടേ. അമ്മ എന്തായാലും ഏട്ടനെ കിട്ടിയത് വെറുതെ വിടുന്നില്ല. അവിടെയുള്ള മഞ്ഞളും ഒക്കെ പറപ്പിച്ചിടുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ മധുരക്കൂവയാണ് കേട്ടോ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഞാനത് കാണിച്ചു തരാവേ. ഈ റെഡ് കളർ കൂടിയതാണ് നമ്മുടെ മധുരക്കൂവ, മറ്റേതാണ് വെള്ളക്കൂവ. ഇനി കിട്ടിയതെല്ലാം വാരി പെറുക്കിക്കൊണ്ട് നമ്മളിതാ നേരെ പൈപ്പും ചൂടിലേക്ക് വന്നിട്ടുണ്ട്. ഇച്ചൂടിനെ കണ്ടോ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കഴുകി കഴുകി എടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ ഭംഗി കൂടുകയെന്ന്. അതിൻ്റെ കളർ ഉണ്ടല്ലോ അത്ര വെള്ളയായിട്ട് വരുന്നുണ്ട്. ഇച്ചൂടിനെ കണ്ടില്ലേ? എൻ്റെ കയ്യിലിരിക്കുന്നതാണേ മധുരക്കൂവ. ഈ മധുരക്കൂവ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചീനിക്കിഴങ്ങൊക്കെ ഇല്ലേ, ആ ഒരു രുചിയാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇടാൻ ഗൈസ്. കുറച്ച് ഉപ്പും വരണേ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 3 അല്ലെങ്കിൽ 4 വിസിൽ. ഇനി നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മുടെ കൂവ പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂവ അങ്ങനെ കാണാൻ വഴിയില്ല, പക്ഷെ കൂവപ്പൊടി എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് അല്ലേ. എന്തൊക്കെയോ ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് കേട്ടോ.